ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയരെ, 1 യോഹന്നാൻ 4:18 പറയുന്നു, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ആ തികഞ്ഞ സ്നേഹം ആരാണ്? യേശു. അവൻ കുരിശിൽ നിന്ന് പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഭയം പറയും നീ തനിച്ചാണെന്ന്, എന്നാൽ സ്നേഹം പറയുന്നു ഞാൻ നിന്നെ വിടില്ല. ഭയം പറയും നീ പരാജയമാണെന്ന്, എന്നാൽ സ്നേഹം പറയും ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു. ഭയം പറയും ദൈവം നിന്നെ ശിക്ഷിക്കുമെന്ന്, ദൈവം പറയും നിനക്ക് വേണ്ടി ഞാൻ ശിക്ഷ ഏറ്റുവാങ്ങിയെന്ന്. ഭയം വന്നാൽ കുരിശിലേക്ക് നോക്കുക, അവിടെ സ്നേഹമുണ്ട്. മത്തായി 14:30 പത്രോസിനെ കുറിച്ച് പറയുന്നുണ്ട്. പത്രോസ് വെള്ളത്തിൽ നടന്നു, കാറ്റ് കണ്ടപ്പോൾ പേടിച്ചു മുങ്ങി. യേശു കൈപിടിച്ചു, അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിച്ചു? കണ്ണ് യേശുവിൽ നിന്ന് മാറിയപ്പോൾ ഭയം വന്നു. വീണ്ടും യേശുവിനെ നോക്കിയപ്പോൾ ഭയം പോയി. മഗ്ദലക്കാരത്തി മറിയ യേശു മരിച്ച സ്ഥലത്ത് നിന്ന് കരഞ്ഞു. എൻ്റെ കർത്താവിനെ കൊണ്ടുപോയി. യേശു പേര് വിളിച്ചു, മറിയേ. ഒരു വാക്ക്, ഭയം പോയി, സന്തോഷം വന്നു. ദൈവം നിൻ്റെ പേര് വിളിക്കുമ്പോൾ ഭയം പോകും. ദാവീദിനെ നിങ്ങൾക്കറിയാം. ദാവീദും ഗോലിയാത്തുമായുള്ള യുദ്ധത്തിൽ എല്ലാവരും പേടിച്ചു. ദാവീദ് പറഞ്ഞു, നീ വാളും കുന്തവും കൊണ്ടുവരുന്നു, ഞാൻ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നു. ദൈവസ്നേഹത്തിൽ ഉറപ്പുള്ളവൻ ആരെയും പേടിക്കത്തില്ല. പ്രിയരെ, പിശാചിൻ്റെ ഏറ്റവും വലിയ ആയുധം ഭയമാണ്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആയുധം സ്നേഹമാണ്. ദൈവം നമ്മോട് കൂടെയുള്ളപ്പോൾ നാം ആരെ പേടിക്കണം? ദൈവം അനുഗ്രഹിക്കട്ടെ.